ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാശ് കൊണ്ടുള്ള കളിയാണ്. കാശ് കൊണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇൻഫ്ലുവൻസറിനെ വെച്ച് കളിക്കാൻ പോവാണ്. അതായത് യൂട്യൂബേഴ്സിന്റെ ഓരോരോ മറന്നുപോയി. ഇത് നമ്മുടെ പറയൂ, താങ്കളുടെ പേരെന്താണ്? അജ്മി. അജ്മി എവിടെയാണ് പഠിക്കുന്നത്? എന്താണ് പഠിക്കുന്നത്? പറയൂ. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടിയാണ് ഇവിടെ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാള് നമ്മുടെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ ഒരു ക്യാമറമാൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അല്ലേ. ഇതാണ് നമ്മുടെ സബീന അല്ല ഗൈസ്, മാറ്റി സബീന എന്നായിരുന്നല്ലേ. സബീന എന്നായിരുന്നു താങ്കളുടെ പേര്, നമ്മൾ അജ്മി എന്ന് മാറ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അജ്മിയാണ്. നമ്മുടെ ഇത്ര നാള് വീഡിയോ കണ്ടവർക്ക് അറിയാം, ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കാൻ ഒരാളുണ്ടായിരുന്നു, ആ ആളാണിത്. അപ്പോൾ നമ്മൾ ഇനിയും തൊട്ട് ഫ്രണ്ടിലോട്ട് വന്നിരിക്കും അല്ലേ ചിലപ്പോഴൊക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇൻഫ്ലുവൻസർ, അജ്മി, എന്റെ പേര് അഫ്സൽ, അജ്മി എന്നെ കുറച്ച് ഇത് ഇൻഫ്ലുവൻസറിന്റെ ഇമേജ് കാണിക്കും, ഞാൻ കുറച്ച് ഇൻഫ്ലുവൻസർ ഇമേജ് കാണിക്കും. ഞാൻ ഇപ്പൊ എന്റെ കുറച്ച് ക്യാഷ് ഉണ്ട്, അപ്പൊ അതിന്റെ ഓരോ പൈസ താങ്കൾക്ക് ഇതിനകത്തുനിന്ന് ഏത് ക്യാഷ് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പൊ താങ്കൾ ഓരോ എന്നെ അപ്പൊ ഞാൻ കാണിക്കുന്ന ഫോട്ടോയ്ക്ക് താങ്കൾ കറക്റ്റ് ഉത്തരം പറയുകയാണെങ്കിൽ താങ്കൾക്ക് ഇതിനകത്തുനിന്ന് ക്യാഷ് എടുക്കാം. താങ്കൾ കാണിക്കുന്ന സാധനം ഞാൻ കറക്റ്റ് ഉത്തരം പറയുകയാണെങ്കിൽ നീ പൈസ തരണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കാണിക്കൂ, ഇമേജ് കാണിക്കൂ, ഫോട്ടോ കാണിക്കൂ, നോക്കട്ടെ. ക്യാഷ് ഇത് കണ്ടോ, നല്ല നല്ല ഇമേജ് കൊണ്ട് വരുമോ ജിമ്മി? കണ്ടോ, ഈ ക്യാഷ് മൊത്തം താങ്കൾക്കാണ് ഞാൻ തരാൻ പോകുന്നത്. ഓക്കെ, നോക്കിയോ? ഇതുവരെ നോക്കിയിട്ടില്ല, നോക്കി കണ്ടുപിടിച്ച് വെക്കണമായിരുന്നു. ഫസ്റ്റ് പിക്ക് നമ്മുടെ മെയിൻ നടിയുടെ ഫോട്ടോ ആണ് വെച്ചേക്കുന്നത്. അഹാന കൃഷ്ണ എന്നാണോ പേര്? ആണോ? എന്റെ ഉത്തരം കറക്റ്റാണ്. ചുമ്മാ ഗൈസ്, നമ്മുടെ വേറെ മറ്റൊരു ഫോട്ടോ കാണിച്ചിരിക്കുന്നു. ഗൈസ്, അജ്മി മറ്റൊരു ഫോട്ടോ കാണിച്ചിരിക്കുന്നു. ഇത് നമുക്കറിയാം, നമ്മുടെ വീടിന് അടുത്തുള്ള ഒരാളാണ്, ഒരു യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെയാണ്. ജിൻഷ ബഷീർ എന്ന് പറഞ്ഞ ഒരാളാണ് അല്ലേ? അതെ. അപ്പൊ ഞാൻ ഫോട്ടോ കാണിക്കാം. ഗൈസ്, ഇനി ഞാനാണ് ഫോട്ടോ കാണിക്കാൻ പോകുന്നത്. പറയുമോ ഇല്ലയോ? 2 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, ഞാൻ ഉത്തരം പറഞ്ഞു, ക്യാഷ് കിട്ടിയില്ല താങ്കൾക്ക്. ആൻസർ പറഞ്ഞു, ഇങ്ങോട്ട് ക്യാഷ് തെറ്റിപ്പോയി. ഓ, 200 rupees എനിക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. 200 rupees കിട്ടിയിരിക്കുന്നു. അടുത്ത ചോദ്യം അജ്മിക്ക് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. അത് ആ ചോദ്യത്തിന് താങ്കൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപ ഞാൻ അങ്ങ് താങ്കൾക്ക് തന്നിരിക്കും. 500 രൂപയുടെ അജ്മി എനിക്ക് 100 തരികയാണെങ്കിൽ ഞാൻ 500 രൂപ വരെ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഇൻഫ്ലുവൻസറിനെ നോക്കട്ടെ. ഇങ്ങോട്ട് നോക്കല്ലേ, കള്ളക്കളികൾ ഇവിടെ പാടില്ല. അജ്മി, ഇയാളെ അറിയാമോ? ഇയാളെ അജ്മിക്ക് അറിയാമോ? ഗൈസ്, ഇതൊരു മെയിൻ ആളാണ്, പണ്ട് തൊട്ടേ ഉള്ള ഒരാളാണ്. അജ്മി, പെട്ടെന്ന് പറയൂ, ഇത് അറിയാമോ താങ്കൾക്ക്? ഇദ്ദേഹത്തിനെ അറിയാമോ? ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ പേര് എനിക്ക് അറിയത്തില്ലേ? ഒന്ന് ഓർത്ത് നോക്കൂ അജ്മി, ഓർത്ത് കണ്ടുപിടിക്കൂ. ഇബാദുർ റഹ്മാൻ. ഓ ഗൈസ്, കറക്റ്റ് ഉത്തരമാണ്. അജ്മി അങ്ങനെ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. അജ്മിക്ക് 500 രൂപ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ മറ്റൊരു ഫോട്ടോ ഞാൻ കാണിക്കാം, അത് താങ്കൾക്ക് അറിയാമെന്ന് നോക്കാം. ഇദ്ദേഹം ഒരു ഇൻഫ്ലുവൻസർ അല്ല. ഇദ്ദേഹം ഇൻഫ്ലുവൻസർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസർ ആണ്. ആരാണ്? ഗൈസ്, അതും അജ്മി എനിക്ക് 200 രൂപ തന്നെങ്കിൽ അജ്മി എത്ര രൂപയാണ് അജ്മിക്ക് വേണ്ടത്? 1000 രൂപ. 1000 രൂപ താങ്കൾക്ക് വേണ്ടേ? 500 രൂപ കിട്ടി, പിന്നെ എന്തോ അജ്മി ഇത്? എനിക്ക് 200 രൂപ കിട്ടിയുള്ളൂ, ഇരട്ടിയുടെ പൈസ മേടിച്ചോണ്ട് പോവാണോ അജ്മി ഇത്? 1000 രൂപ ആണോ? ഗൈസ്, അടുത്ത ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഇതൊരു ചെറിയ ചോദ്യമായതുകൊണ്ട് ഞാൻ 500 തരാൻ പറ്റത്തില്ല, കാരണം ഇത് ഓൾറെഡി അറിയാവുന്ന ഒരാളാണ്, അത് കോമൺലി അറിയാവുന്ന ഒരാളാണ്. മറ്റൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് ഞാൻ താങ്കൾ പറയുകയാണെങ്കിൽ താങ്കൾക്ക് 500 രൂപ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്കൾക്ക് 500 രൂപ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ചോദ്യത്തിന് താങ്കൾക്ക് ഞാൻ വെറും 100 രൂപയെ തരുന്നു.
എന്താന്ന് വെച്ചാൽ ഞാനൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. ഓക്കെ, ഞാൻ ഇനി സിമ്പിൾ ചോദ്യത്തിന് 100 രൂപ. ആകുമ്പോ താങ്കളുടെ കയ്യിൽ 100 രൂപ നോട്ടേ ഉള്ളൂ. ഞാനാണ് ഇവിടെ ക്യാഷ് കൂടുതൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, പിടിച്ചോളൂ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഫോട്ടോയിലേക്ക് കടക്കാം. ഒരു വണ്ടി വിളിക്കണം ഈ പൈസ എല്ലാം. ഓ, വണ്ടി വിളിച്ചോണ്ട് പോകണം ഗൈസ്. വണ്ടി വിളിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിനെ അറിയാവോ? താങ്കൾക്ക് ഇദ്ദേഹത്തിനെ അറിയാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഇത് അത്രയും സീക്രട്ട് ആയിട്ടുള്ള ഒരാളാണ്. എക്സാമ്പിൾ വേണമെങ്കിൽ റോസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഇദ്ദേഹം. താങ്കൾക്ക് അറിയാമോ ഇദ്ദേഹത്തിന്റെ പേര്? ഒന്ന് ഓർത്ത് നോക്ക് അജ്മി, ഓർത്ത് കണ്ടുപിടിക്കൂ. ഇദ്ദേഹത്തിന്റെ പേര് അജ്മിക്ക് അറിയാമോ? അറിയത്തില്ല? പറയൂ. വരുന്നുണ്ട്, പേര് വരുന്നുണ്ട്, പറയൂ. 500 രൂപയാണ്. വളരെ കറക്റ്റ് ആണ്. എ വെച്ചാണ് ആ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത്. പറയൂ ജിമ്മി. ഇത്ര ആക്ടിങ് ഒക്കെ ഉണ്ടത്. ഗായ്സ്, അജ്മി അങ്ങനെ 500 രൂപയുടെ നോട്ടുമായി കടന്നു പോയിരിക്കുകയാണ്. ഗായ്സ്, അജ്മിക്ക് 500 രൂപയാണ് ഇതിലൂടെ ക്യാഷ് പ്രൈസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ അജ്മിക്ക് 1000 രൂപ കിട്ടിയിട്ടുണ്ടോ? അയ്യോ, കണക്കണ്ടി പോയി. അജ്മിക്ക് ഇപ്പൊ എത്ര രൂപ കിട്ടി? ഇത് ഞാൻ നിനക്ക് തന്നെ പൈസ. നിനക്ക് തന്നെ പൈസയോ? ഇപ്പോൾ അജ്മി കടക്ക് കൂട്ടി. അജ്മി ഇങ്ങോട്ട് തരാനുള്ള പൈസ വരെ അജ്മി കള്ളക്കണക്ക് എണ്ണുകയാണ്. അപ്പൊ ടോട്ടൽ എത്ര രൂപ കിട്ടി? 1000. ഗൈസ്, ടോട്ടൽ 1000 രൂപ കിട്ടിയിരിക്കുകയാണ്. അജ്മിക്ക് ഇരട്ടി കേട്ടിട്ട പൈസയാണ് ഞാൻ ഇവിടെ തരാൻ പോകുന്നത്. ഗൈസ്, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം അജ്മിയാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കൂ. ഒരു ഫോട്ടോയുമായിട്ട് വരൂ. ഗൈസ്, അടുത്ത ഫോട്ടോയുമായിട്ട് അജ്മി ഇത് കടന്നു വരുന്നതായിരിക്കും. എന്തോ അജ്മി കട്ടിലിന്റെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് വരുന്നത്? കട്ടിലിന്റെ ഫോട്ടോയിലൊക്കെ ആരെയാണ് അജ്മി? ഏത് ഇൻഫ്ലുവൻസർ ആണ് ഇരിക്കുന്നത്? ഇവളൊക്കെ ആരാ അജ്മി? ഇദ്ദേഹത്തിന്റെ പേര് എനിക്ക് അറിയാമായിരുന്നു, പേര് എനിക്ക് ഓർക്കുന്നില്ല. അപ്പം ഇത് ഞാൻ തെറ്റുത്തരം പറഞ്ഞത് കൊണ്ട് തന്നെ താങ്കൾക്ക് ഞാൻ ക്യാഷ് തരികയാണ്. എന്നെ പൈസ പോയോ? അജ്മിക്ക് എത്ര രൂപ വന്നായിരുന്നു? അജ്മിക്ക് ഞാൻ എത്ര രൂപ വന്നായിരുന്നു? അതല്ല, എത്ര രൂപ വന്നായിരുന്നു? 1000 രൂപ. 300 രൂപ. ഗായ്സ്, അജ്മിക്ക് ഞാൻ അങ്ങോട്ട് ക്യാഷ് കൊടുക്കുകയാണ്. അജ്മി എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? നോക്കൂ, രതീഷ് മേനോൻ. ഗായ്സ്, ഞാനിപ്പോൾ ഇവിടെ ഈ ചലഞ്ച് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി പോയി കഴിഞ്ഞാൽ എന്റെ കയ്യിലുള്ള ക്യാഷുകളെല്ലാം ഇപ്പോൾ തീർന്നു പോകും. മറ്റൊരു ചലഞ്ചിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് വരെ അജ്മി ഇപ്പോൾ എന്റെ അടിച്ചെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണേ. നമ്മുടെ ചാനൽ ഇന്ന് വരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ഇതുപോലത്തെ ചലഞ്ച് വീഡിയോസുകൾ നമ്മൾ ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ.